ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ്, എന്റെ വെയിറ്റ് ലോസ് ജേർണി. പക്ഷെ അത് പറയും മുമ്പ് അതിനേക്കാൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യം പറയാനുണ്ട്. നമ്മളിൽ പലരും പലപ്പോഴും ഓരോ ഡിസിഷൻസ് എടുക്കാൻ, അതായത് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന്, വെയിറ്റ് ലോസോ വെയിറ്റ് ഗെയിനോ ആവാം, അല്ലെങ്കിൽ അപ്പിയറൻസിലെ മാറ്റങ്ങളാവാം, ചിലപ്പോൾ ഒരു മാറ്റം വരുത്തണ്ട എന്നാവാം. ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള കാരണം പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരാണ്. അതെങ്ങനെയെന്ന് പറയാം. ഈ സ്കൂൾ കാലം മുതൽ നമ്മൾ എല്ലാവരും തന്നെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബോഡി ഷേമിംഗ് അനുഭവിച്ചിട്ടുണ്ടാവും. ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ചിലര് നിറം, പൊക്കം, വണ്ണം, പല്ല്, കണ്ണിന്റെ നിറം, മുടി, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ റീസൺ, ഏതെങ്കിലുമൊക്കെ ഫീച്ചേഴ്സിന്റെ പേരിൽ. ഓക്കെ, ഒന്നുകിൽ നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടെങ്കിലും ഉണ്ടാവും മറ്റു കുട്ടികൾ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഭാഗമായിട്ടുണ്ടാവും. ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് ചെയ്ത് വന്ന് അത് നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. അതായത് ഈ സൊസൈറ്റി ഉണ്ടാക്കി വെച്ച കുറച്ചൊരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിന്റെ ഉള്ളിൽ നിൽക്കുന്നവർ മാത്രമാണ് നോർമൽ എന്ന ചിന്താഗതിയിൽ നിന്നാണ് ഇത് വരുന്നത്. അതിന് നമ്മുടെ പണ്ടത്തെ സിനിമകളും ലിറ്ററേച്ചറും ഒക്കെ കുറെ കാരണമായിട്ടും ഉണ്ട്. ഈ സ്റ്റാൻഡേർഡ്സിന്റെ ഉള്ളിൽ നിൽക്കാത്തവരെ അങ്ങ് ഷെയിം ചെയ്യുക എന്നുള്ള ഒരു സാഡിസ്റ്റിക് മെന്റാലിറ്റിയാണിത്. കാരണം അത് മറ്റയാളുടെ കോൺഫിഡൻസിനെ തകർക്കുന്നും അയാളെ മോശമായിട്ട് ബാധിക്കുമെന്ന് നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നവർ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ചില സമയത്ത് ഈ ബോഡി ഷേമിംഗ് വരുന്നത് വളരെ ഇന്നസെന്റ് കമന്റ് എന്നുള്ള രീതിയിലൊക്കെയാണ്. സ്നേഹം, കെയർ, അല്ലെങ്കിൽ കൺസേൺ എന്നൊക്കെ ഉള്ള രീതിയിലാണ്. അയ്യോ, വളരെ ക്ഷീണിച്ചു പോയല്ലോ, അല്ലെങ്കിൽ നന്നായിട്ട് തടിച്ചല്ലോ, ഡെലിവറി കഴിഞ്ഞ് വണ്ണം കുറഞ്ഞില്ലോ എന്നൊക്കെ ഓരോരുത്തരും നമ്മളോട് പറയുന്നത് അല്ലെ. ഒരാളുടെ ഒരു ഫിസിക്കിന് എല്ലാ ഫീച്ചേഴ്സിനും ജനറ്റിക്കോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് അയാളുടെ ജീൻസും അയാളുടെ സാഹചര്യങ്ങളും ആണ് അയാളെ അങ്ങനെ ആക്കി തീർക്കുന്നത്. അങ്ങനെയാണ് ഓരോ മനുഷ്യനും വ്യത്യസ്തമായിട്ടിരിക്കുന്നത്. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഗോപിനാഥ് മുദ്ഗാഡ് സാറിന്റെ ഈയിടയ്ക്കുള്ള ഒരു യൂട്യൂബ് വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയ ഭിന്നശേഷിക്കാരായ കുട്ടികളെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ്. അവർ അങ്ങനെ ആയത് അവരുടെ കുറ്റം കൊണ്ടല്ല, നമ്മൾ ഇങ്ങനെ ആയത് നമ്മുടെ കഴിവ് കൊണ്ടും അല്ല. ഈ ഒരു കാര്യം ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ ബോഡി ഷെയിം ചെയ്യാൻ തോന്നൂല. ഒന്ന് ആലോചിച്ചാലേ, നമ്മൾ എല്ലാവരും കണ്ണാടി നോക്കാറുണ്ട്. നമുക്ക് സ്വന്തം അപ്പിയറൻസ് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് വേറെ ആൾ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ എല്ലാവരും, നിങ്ങൾ ഞാനും ഉൾപ്പെടെ, പല സാഹചര്യങ്ങളിലും അറിഞ്ഞോ അറിയാതെയൊക്കെ മറ്റുള്ളവരെ ബോഡി ഷെയിം ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ശീലം ഇന്ന് നിർത്തിയാൽ മാത്രമേ അടുത്ത ജനറേഷനെങ്കിലും നമുക്ക് ഇതിന് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടികൾ വളരേണ്ടത് ഫിസിക്കൽ അപ്പിയറൻസിനേക്കാൾ കഴിവുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ലോകത്തിലല്ലേ. ഒരു കുട്ടി ജനിക്കുമ്പോൾ തൊട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങും, അവന് അമ്മയുടെ അത്ര നിറയില്ല, അല്ലെങ്കിൽ അച്ഛന് അത്ര നിറയില്ല, അല്ലെങ്കിൽ മൂത്ത കുട്ടിയുടെ അത്ര നിറയില്ല. ചിലപ്പോൾ പറയുന്ന നിറം ഉണ്ടെന്നായിരിക്കും. ഓക്കെ, പക്ഷെ അതിൽ ഏത് പറഞ്ഞാലും നമ്മൾ ആ കുട്ടിയെ പഠിപ്പിക്കുന്നത് ഈ സൊസൈറ്റി ഉണ്ടാക്കി വെച്ച് നേരത്തെ പറഞ്ഞ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് നമ്മൾ പഠിപ്പിക്കുകയാണ്. അതായത് ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഉള്ളവരാണ് നല്ലത് എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഫിസിക്കൽ അപ്പിയറൻസിനേക്കാൾ പ്രധാനപ്പെട്ടത് സ്വഭാവവും അവരുടെ പേഴ്സണാലിറ്റി ഒക്കെയാണെന്ന് കുട്ടിക്ക് മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെയുള്ള ടോക്സ് എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ സ്റ്റോപ്പ് ബോഡി ഷേമിംഗ് ടുഡേ. ഇനി ഞാൻ എന്റെ കഥ പറയാം. എന്റെ പ്രഗ്നൻസിക്ക് മുന്നേ എനിക്ക് മാക്സിമം വന്നിട്ടുള്ള വെയിറ്റ് ഒരു 57 കിലോ. എന്റെ ഹൈറ്റ് 163 സെന്റിമീറ്റർ. അപ്പം ബോഡി മാസ് ഇൻഡെക്സ് BMI എന്ന് പറയുന്നത് നോർമൽ റേഞ്ചിൽ നിൽക്കുന്ന, അധികം വണ്ണം ഇല്ല എന്നാൽ അധികം മെലിഞ്ഞിട്ടും അല്ല എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ. എനിക്ക് ട്വിൻ പ്രഗ്നൻസി ആയിരുന്നു, ഇരട്ട കുട്ടികളാണ്. അപ്പോൾ ആ പ്രഗ്നൻസിയുടെ സമയത്ത് കുട്ടികൾക്ക് വെയിറ്റ് കുറവ്, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ സ്കാൻസിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എക്സ്ട്രാ കാലറീസ് ഒക്കെ കഴിച്ചു. ഒരു 80 കിലോയാണ് ഞാൻ സിസേറിയൻ പോകുന്ന സമയത്ത് എന്റെ വെയിറ്റ്. ഈ സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള സമയം എന്റെ ലൈഫിലെ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സമയമായിരുന്നു. അപ്പോൾ ഞാൻ MD അനസ്തേഷ്യ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് പഠിക്കുകയാണ്. ഈ സിസേറിയൻ കഴിഞ്ഞ് 11ാമത്തെ ദിവസം എനിക്ക് തിയറി എക്സാം എഴുതേണ്ടി വന്നു. 4 പേപ്പർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ 1 മാസത്തിനുള്ളിലുണ്ട്. അപ്പോൾ മൊത്തം ഒരു മാസത്തോളം കാലം ഈ എക്സാംസിന്റെ പുറകെ. അപ്പൊ അതിനുവേണ്ടി എക്സാമിന് വേണ്ടി പഠിക്കണം. കുട്ടികളുടെ കാര്യമുണ്ട്. പിന്നെ എനിക്ക് ഫീഡിങ് റിലേറ്റഡ് കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഫോർമുല ഫീഡ്സിലായിരുന്നു ഡെയിലി. മിൽക്ക് പ്രൊഡക്ഷൻ എല്ലാം ഭയങ്കര കുറവായിരുന്നു. പിന്നെ കുട്ടികൾക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് എന്റെ സ്ട്രെസ് വളരെയധികം കൂട്ടിയിരുന്ന ഒരു കാര്യമാണ്. അതുപോലെ എനിക്ക് ഡയസ്റ്റീസിസ് സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ഈ ട്വിൻ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് വലിയ വയറായതുകൊണ്ട് വയറിന്റെ 2 ഭാഗത്തുള്ള റെക്ടസ് അബ്ഡോമിനസ് പറഞ്ഞ മസിലുണ്ട്. നമ്മൾ 6 പാക്ക് എന്നൊക്കെ പറയുന്ന മസിൽ ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ അങ്ങ് സെപ്പറേറ്റ് ചെയ്തു പോയി യൂട്രസ് വലുതായി വന്നപ്പോൾ. അതുകൊണ്ട് അവിടെ ഒരു ഗ്യാപ്പ് ഇരിക്കുകയാണ്. പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. സാധാരണ ഒരു ലേഡി ഒരു 5 മാസം പ്രഗ്നന്റ് ആയിരിക്കുന്നത് അതുപോലെയാണ് എന്റെ വയറിരിക്കുന്നത് പോസ്റ്റ് പാർട്ടം 5 മാസം ആയപ്പോൾ. അപ്പോൾ ഞാൻ ഡയറ്റ്, എക്സസൈസ് ഇങ്ങനെ ഒന്നിനെ പറ്റി ചിന്തിക്കാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നില്ല. ഞാൻ വീട്ടിലായിരുന്നു, 5 മാസം ലീവായിരുന്നു. പക്ഷെ എനിക്ക് ഇതിനെ പറ്റി ഒന്നും ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയോ സ്വസ്ഥതയോ സമയമോ ഒന്നും ആയിരുന്നില്ല. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ആളുകൾക്ക് 1 വർഷം കമ്പൽസറി ആയിട്ട് ബോണ്ട് ചെയ്യണം എന്നുണ്ട്. ഗവൺമെന്റിനെ തന്നെ സേവിക്കാൻ അവിടെ തന്നെ വീണ്ടും ജോലി ചെയ്യണം, കോൺട്രാക്ട് ബേസ്. അപ്പോൾ അങ്ങനെ ബോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്
കുട്ടികൾക്ക് 5.5 മാസം പ്രായമായപ്പോഴാണ് പോയത്. അപ്പൊ തൊട്ടാണ് എന്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, അങ്ങനെ ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴത്തേക്ക് എന്റെ കൂടെയുള്ള കൊളീഗ്സും സീനിയേഴ്സും എല്ലാവരും കൂടെ എന്റെ വീട്ടുകാരും നാട്ടുകാരും അത്ര നാളും ചോദിച്ചിരുന്ന അതേ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അയ്യോ, ഡെലിവറി കഴിഞ്ഞിട്ടും വണ്ണം കുറഞ്ഞില്ലല്ലേ എന്നുള്ളത്. അപ്പൊ അത് കുറെ നാളെ ഇത് കേട്ട് കേട്ട് വന്നപ്പോ അതെന്റെ കോൺഫിഡൻസിനെ ബാധിക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട്. അപ്പൊ വണ്ണം കുറച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത വന്നു തുടങ്ങി. രണ്ടാമത്തെ കാര്യം, എന്റെ ഹെൽത്തിനെ തന്നെ ഈ ഓവർ വെയിറ്റ് ആയിട്ടുള്ള സംഗതി ബാധിക്കുന്നു. ഓവർ വെയിറ്റ് ആയിട്ട് ഇരിക്കുന്നത് എന്റെ ഹെൽത്തിനെ ബാധിക്കുന്നത് സ്വയം തോന്നാൻ തുടങ്ങി. മെയിൻലി ഉണ്ടായിരുന്ന മുട്ടുവേദന, പിന്നെ സ്റ്റെപ്പ് ഒക്കെ കയറുമ്പോൾ ഭയങ്കര കിതപ്പ്, നടുവേദന, അങ്ങനത്തെ കുറെ ഇഷ്യൂസ്. അപ്പൊ എന്തായാലും വെയിറ്റ് കുറയ്ക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. അത് കുറെ യൂട്യൂബിലും ഒക്കെ കുറെ വെയിറ്റ് ലോസ് വീഡിയോസ് ഒക്കെ ഞാനും കണ്ടു. വെയിറ്റ് ലോസിന് 2 കമ്പോണൻസ് ആണല്ലോ ഉള്ളത്, ഡയറ്റും എക്സസൈസും. ആദ്യം ഡയറ്റിനെ കുറിച്ച് പറയാം. മിക്ക വെയിറ്റ് ലോസ് വീഡിയോസിലും കണ്ടതെല്ലാം ക്രാഷ് ഡയറ്റുകളും കീറ്റോ പോലത്തെ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റുകളൊക്കെയാണ്. പക്ഷെ അതിന്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇപ്പൊ 1 മാസം കൊണ്ട് നമുക്ക് 4 കിലോയോ 5 കിലോയോ കുറയ്ക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ നമുക്ക് ലോങ് ടേമിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡയറ്റ് അല്ല. എല്ലാ കാലത്തും നമുക്ക് ചോറ് കഴിക്കാതെയോ കാർബോഹൈഡ്രേറ്റ്സ് ഒന്നും എടുക്കാതെയോ എങ്ങനെ ജീവിക്കാൻ പറ്റും? അപ്പൊ തിരിച്ച് നമ്മൾ പണ്ടത്തെ ഫുഡ് ഹാബിറ്റ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ വെയിറ്റും പഴയതുപോലെ ആവില്ലേ? അപ്പൊ ഇതൊരു സസ്റ്റൈനബിൾ സാധനമായിട്ട് എനിക്ക് തോന്നിയില്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ബോഡിക്ക് കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും ഫാറ്റും എല്ലാം ആവശ്യമുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു സാധനം മാത്രം ഒഴിവാക്കുന്നതോ ഒരെണ്ണം മാത്രം എടുക്കുന്നതോ അത്ര ഹെൽത്തി ആയിട്ടുള്ള സംഗതിയല്ല. അതിന് വേറെ ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് എല്ലാം വരാനുള്ള റിസ്ക്കും ഉണ്ട്. ചോറ് എന്റെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഉച്ചയ്ക്കും രാത്രിയിലും എനിക്ക് ചോറ് തന്നെ കഴിച്ചാലേ സമാധാനമുള്ളൂ. അപ്പൊ എനിക്ക് അങ്ങനെയുള്ള ഇഷ്ടങ്ങളെല്ലാം അങ്ങ് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനും വയ്യായിരുന്നു. എല്ലാത്തിന്റെയും അളവ് കുറച്ച്. ചോറ് ഞാൻ മാക്സിമം 1.5 കപ്പിൽ കൂടുതൽ എടുക്കില്ല. അങ്ങനെ കറികളെല്ലാം കൂടുതൽ, വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എല്ലാം കൂടുതൽ കഴിക്കാൻ തുടങ്ങി. അതുപോലെ നട്ട്സ് എല്ലാം ധാരാളം കഴിക്കുമായിരുന്നു. പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ ബേക്കറി ഐറ്റംസ്, പ്രത്യേകിച്ച് ഫ്രൈ ചെയ്ത ബേക്കറി ഐറ്റംസ് എല്ലാം അങ്ങ് ഒഴിവാക്കി. അതെല്ലാം വേണ്ടെന്നങ്ങ് വെച്ച്. പിന്നെ ചോക്ലേറ്റ് ഐസ്ക്രീം പോലത്തെ സാധനമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോക്ലേറ്റ് പ്രത്യേകിച്ച് എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചെയ്തത് ചോക്ലേറ്റും ഇതുപോലെ തന്നെ ക്വാണ്ടിറ്റി കുറച്ചു. സാധാരണ ഒരു ഫുൾ ഇത് കഴിക്കുമെങ്കിൽ ഇപ്പൊ ഒരു 1/4 ഭാഗമേ കഴിക്കും. പിന്നെ ഒഴിവാക്കിയ ഒരു സാധനം ജങ്ക് ഫുഡാണ്. അതായത് നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫാസ്റ്റ് ഫുഡ് ഉണ്ടല്ലോ, അത് മാക്സിമം ഒഴിവാക്കി. സോഫ്റ്റ് ഡ്രിങ്ക്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി. അല്ലെ അഡീഷണൽ ആയിട്ട് ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുള്ള ഫുഡെല്ലാം ഞാൻ ഒഴിവാക്കി. അഡീഷണൽ ആയിട്ട് അത് ചേർക്കാറില്ല. പക്ഷെ സാധാരണ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് തന്നെ കഴിച്ചിരുന്നത്, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒന്നും ഉണ്ടാക്കി കഴിച്ചിട്ടൊന്നുമില്ല. ഡയറ്റിൽ ചെയ്ത് നോക്കിയ ഒരു കാര്യം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. അതായത് നമ്മള് ഒരു വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷം ഞാൻ ഫുഡ് ഒന്നും കഴിക്കില്ലായിരുന്നു. 6 മണിയാകുമ്പോൾ തന്നെ നമ്മുടെ ഡിന്നർ കഴിച്ചു നിർത്തും. പിന്നെ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കുന്നത്. അതിനിടയ്ക്ക് വെള്ളം മാത്രം കുടിക്കുക, അങ്ങനെ ഉണ്ടായിരുന്നു. ഈ സംഭവം എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എല്ലാം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസേ തുടങ്ങാവുള്ളൂ. എന്നിട്ടാണ് അതിന്റെ ഫ്രീക്വൻസി കൂട്ടി വീക്ക്ലി 3 പ്രാവശ്യം ആക്കുക, പിന്നെ വീക്ക്ലി 5 പ്രാവശ്യം ആക്കുക, പിന്നെ എല്ലാ വീക്ക് ഡേയ്സിലും ആക്കുക, അങ്ങനെയൊക്കെ. എനിക്കിത് ഒരു 1-2 ആഴ്ചയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ ആക്ച്വലി. അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കത് മടുത്തു. കാരണം സ്ഥിരമായിട്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ എക്സസൈസിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട്, ഡയസ്റ്റീസ് ഉള്ളവർക്ക് പല എക്സസൈസുകളും ചെയ്യാൻ പാടില്ല. ക്രഞ്ചസ് പ്ലാങ്ക്സ് ഒക്കെയാണ് വയറ് കുറയാൻ വേണ്ടി ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസുകൾ. പക്ഷെ ഡയസ്റ്റീസ് ഉള്ളവർക്ക് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വയറിൽ ഈ മസിൽസ് ഇങ്ങനെ സെപ്പറേറ്റ് ആയി നിൽക്കുന്നത്, ആ സെപ്പറേഷൻ കൂടുകയാണ് ചെയ്യുക എക്സേർഷൻ വരുമ്പോഴത്തേക്ക്. അപ്പോൾ ചില ബ്രീത്തിങ് എക്സസൈസുകളും ഡയസ്റ്റീസ് ഉള്ളവർക്ക് ചെയ്യുന്ന സ്പെസിഫിക് എക്സസൈസുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ നെറ്റിലെല്ലാം നോക്കിയിട്ട് കുറച്ച് അതൊക്കെ ചെയ്ത് നോക്കി. പക്ഷെ ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാം ചെയ്ത് ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ മടുത്ത് നിർത്തുകയായിരുന്നു. ഒരു എയർ ബൈക്ക് നമ്മൾ വീട്ടിൽ തന്നെ സെഡൻറ്ററി ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ചവിട്ടുന്ന സൈക്കിൾ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു എയർ ബൈക്ക് വാങ്ങിച്ചു. പക്ഷെ അതും കുറച്ച് ദിവസങ്ങളെ ചെയ്തുള്ളൂ. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു മാജിക്കൽ ആയിട്ടുള്ള മാറ്റമാണല്ലോ. മറ്റുള്ളവർ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കണം അങ്ങനെയൊക്കെയാണ്. പിന്നെ കാലറീസ് ഒക്കെ നോക്കി കുറച്ചൊക്കെ കഴിച്ചിട്ടും എന്റെ വെയിറ്റിൽ യാതൊരു മാറ്റം കണ്ടില്ല ഒരു 2-3 മാസത്തേക്ക്. അപ്പൊ 1 കിലോ പോലും കുറയുന്നില്ല. അപ്പോഴത്തെ എന്റെ ഒരു വെയിറ്റ് 72 ആ ഒരു റേഞ്ചിലാണ്. ആ റേഞ്ചിൽ തന്നെ നിൽക്കുവാണ് വെയിറ്റ്, ഒരു മാറ്റം വരുന്നില്ല. പക്ഷെ ഇതുകൊണ്ടുണ്ടായ ഒരു ഗുണം എന്ന് വെച്ചാല്, ഈ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് എന്റെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഭാഗമായിട്ട് മാറി. ഞാൻ പിന്നീട് കിട്ടണ എല്ലാം കഴിക്കുക, അങ്ങനത്തെ ആ പരിപാടിയിൽ നിന്ന് കുറച്ചൊന്നും എല്ലാം ചിന്തിക്കുന്ന ഒരു ലെവലിലോട്ട് മാറി. എന്ത് ഫുഡാണെങ്കിലും ഇത് കാലറീസ് വെറുതെ എംപ്റ്റി കാലറീസ് ആണോ, ഇത് എന്തെങ്കിലും ഗുണമുള്ള ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള സാധനമാണോ എന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയി എന്നുള്ളതാണ് ഇതിന്റെ ഗുണം. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ വെയിറ്റ് കുറയാൻ തുടങ്ങി. അത് ഏകദേശം എന്റെ കുട്ടികൾക്ക് 1 വയസ്സായപ്പോഴാണ് വെയിറ്റ് കുറഞ്ഞത്. അവരുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ ആയപ്പോഴത്തേക്ക് എന്റെ വെയിറ്റ് ഏകദേശം കുറഞ്ഞു വന്നു. പക്ഷെ വയറപ്പോഴും നന്നായിട്ടുണ്ട്. കാരണം മേളില് ഈ ഡയസ്റ്റീസ് ഉള്ളത് കാരണം, പിന്നെ താഴെ റിഡൻഡന്റ് ആയിട്ട് സ്കിൻ കിടക്കുമല്ലോ. നമ്മുടെ ഈ പ്രഗ്നൻസിയുടെ സമയത്ത്
യൂട്രസ് സ്ട്രെച്ച് ചെയ്ത് വന്നപ്പോൾ വയറിലെ സ്കിന്നും അതുപോലെ തന്നെ സ്ട്രെച്ച് ചെയ്ത് വരും. ആ സ്ട്രെച്ച് ചെയ്ത് വന്ന സ്കിൻ അവിടെ തന്നെ തൂങ്ങി ഇങ്ങനെ കിടക്കുവാണ്, അത് പോവില്ലല്ലോ. അപ്പൊ അത് പോകണമെങ്കിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ സർജറി ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വയറെല്ലാം കുറച്ചുണ്ട്, പക്ഷെ വെയിറ്റ് നോർമലിലേക്ക് ആവാൻ തുടങ്ങി. 50സിലായി വെയിറ്റ്. ഇപ്പൊ എന്റെ കുട്ടികൾക്ക് 3 വയസ്സായി. ഇപ്പോഴും എനിക്ക് വയറ് സ്കിൻ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതും സ്ട്രെച്ച് മാർക്സും എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഭയങ്കര നോർമലാണ്. ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു സ്ത്രീയുടെ ബോഡി എന്ന് പറഞ്ഞാൽ അതൊരു കുട്ടിയെ ഉണ്ടാക്കി അതിനെ പരിപാലിച്ച ഒരു ബോഡിയാണ്. അപ്പൊ അതിന് അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും. അത് മറ്റുള്ളവർ മനസ്സിലാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമ്മൾ സ്വയം മനസ്സിലാക്കുക, നമ്മുടെ ബോഡിയെ സ്നേഹിക്കുക, നമുക്ക് തന്നെ സമയം കൊടുക്കുക. അതാണ് എനിക്ക് പറയാൻ. എന്തൊക്കെ മാറ്റം വരുത്തണമെന്നോ മാറ്റം വരുത്തണ്ട എന്നോ തീരുമാനിക്കുന്നത് നമ്മുടെ മാത്രം ഫ്രീഡവും ചോയ്സും ആണ്. ഇപ്പൊ നമ്മുടെ സെലിബ്രിറ്റീസിന്റെ മാറ്റങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ കൂടുതൽ അന്തവിടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവർ എത്രത്തോളം സമയവും പൈസയും എഫോർട്ടും ഒക്കെയാണ് അവരുടെ ഡയറ്റിനും എക്സസൈസിനും അതുപോലെ മേക്കപ്പ്, ഫോട്ടോഗ്രാഫി, അങ്ങനെ ഓരോ ചെറിയ ആസ്പെക്ട്സിന് വരെ അവര് ശ്രദ്ധ കൊടുത്ത് സമയം കൊടുത്തിട്ടാണ് അവർ ആ ഫോമിൽ ഇരിക്കുന്നത്. അങ്ങനെയാണ് അവർ പിക്ചർ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നത്. അപ്പം നമ്മളുടെ റിയൽ ലൈഫ് എത്രത്തോളം വ്യത്യസ്തമാണെന്ന് ആലോചിക്കുക. ഈ വെയിറ്റ് ലോസിന്റെ സമയത്ത് എനിക്ക് വന്ന മറ്റൊരു കമന്റ് ആണ് എന്റെ കണ്ണ് ശരിക്കും തുറപ്പിച്ചത്. നമുക്ക് ഈ ബുദ്ധന് എൻലൈറ്റൻമെന്റ് കിട്ടി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു അനുഭവം ആണ്. എന്നോട് അന്ന് വെയിറ്റ് കൂടുതലുള്ളപ്പോൾ, ഓവർ വെയിറ്റ് ആയിട്ട് ഇരുന്ന സമയത്ത്, അയ്യോ ഇത്ര നാളായിട്ട് വണ്ണം കുറഞ്ഞില്ലല്ലേ, ഇത്ര നാളായിട്ടും വെയിറ്റ് പോയില്ലല്ലേ, ഡെലിവറി കഴിഞ്ഞ് ഇത്ര മാസമായിട്ടും ഒന്നും മാറ്റവും ഇല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ ആളുകൾ തന്നെ ഇപ്പൊ എന്നെ വെയിറ്റ് കുറഞ്ഞു പോയി, മെലിഞ്ഞുണങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ടാണ് ഷെയിം ചെയ്യുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. കാരണം എന്നോട് കുറെ പേര് പറഞ്ഞ് ഇനി മെലിയണ്ട കേട്ടോ, കുറച്ച് മെലിഞ്ഞ് വെയിറ്റ് ഒക്കെ ഒരു നോർമലിലൊക്കെ ആവാറായപ്പോ പറഞ്ഞു ഇനി മെലിയണ്ട കേട്ടോ, ഇനി മെലിയണ്ട, ഇത്ര മതി. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർ വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഉണ്ട്, ആ സ്റ്റാൻഡേർഡിൽ വേണം ഞാൻ ആവാൻ, അങ്ങനെ വേണം ഞാൻ ജീവിക്കാൻ. പക്ഷെ ഇപ്പൊ എനിക്ക് ആരെന്ത് പറഞ്ഞാലും അത് ഒരു പ്രശ്നമല്ല കേട്ടോ. കാരണം ഈ ആൾക്കാരെ ബോധിപ്പിച്ച് ജീവിക്കുന്ന പരിപാടി ഞാൻ കുറെ നാൾക്ക് മുമ്പ് ഉപേക്ഷിച്ചു. സത്യം പറഞ്ഞാൽ അതിനുശേഷമാണ് എന്റെ ലൈഫ് ഒന്ന് ആസ്വദിക്കാൻ തുടങ്ങിയത്. വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് ഒരു മെസ്സേജ് മാത്രമേ പറയാനുള്ളൂ: ലവ് യുവർ സെൽഫ്, ലവ് യുവർ ബോഡി. ഒരു അമ്മയാവുന്നതും അല്ലെങ്കിൽ കുട്ടികളെ വളർത്തുന്നതും എല്ലാം ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഫിസിക്കലി ആൻഡ് മെന്റലി ഏറ്റവും ചലഞ്ചിങ് ആയ ടാസ്ക് ആണ്. നമ്മുടെ കൈ പിടിക്കാൻ വേണ്ടി ആ സമയത്ത് വരുന്നവരെ മാത്രം കൂടെ നിർത്തുക, ബാക്കിയുള്ളവരെ ശ്രദ്ധിക്കാതിരിക്കുക. നമ്മുടെ ഹെൽത്ത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഭംഗിയേക്കാൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ബോഡി ചേഞ്ച് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓൾവേസ് പോസിബിൾ. അതിന് വേണ്ടത് ഒരു വിൽ പവർ എന്ന് പറഞ്ഞ സാധനം മാത്രമാണ്. സോ ടേക്ക് കെയർ ഫ്രണ്ട്സ്. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.